ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബുട്ടിക്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കാറ്റലോഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ. 12 പാനൽസോളം ചെയ്തേക്കുന്നതാണ്. 2 കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ. 3 കളർ ഷെയ്ഡിൽ. ആ 3 കളർ ഷെയ്ഡും നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ള ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് കാറ്റലോഗ് 2 പീസ് സെറ്റ്. ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് വിയർ ചെയ്യാൻ പാകത്തിന് 2 കളർ ഷെയ്ഡിൽ സോഫ്റ്റ് മസ്ലിൻ കോട്ടണിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2 പീസ് സെറ്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ റീസ്റ്റോക്ക് ഐറ്റം ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ഐറ്റം ആണ് 3 പീസ് സെറ്റിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ 4 കളർ ഷെയ്ഡിൽ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ 4 കളർ ഷെയ്ഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഒക്കെ അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ റീസ്റ്റോക്ക് ചോദിക്കുന്നവരൊക്കെ തൊട്ടടുത്ത വീഡിയോ കൂടി ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്നത് തന്നെയാണ്. നല്ലൊരു മാമ്പഴ മഞ്ഞ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള അജ്രക് പ്രിന്റ് ആണ്. ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അജ്രക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് 12 പാനൽസ്, ഫ്രണ്ടിൽ 6 പാനൽസും ബാക്കിൽ 6 പാനൽസും, അങ്ങനെ 12 പാനൽസിലാണ് ഈ ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷൻ വരുമ്പോൾ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിൽ പൈപ്പിംഗ് ബോർഡർ, ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് അജ്രക് പ്രിന്റ് വരുന്നത്. ഒപ്പം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സും മിറർ വർക്കും കൊടുത്തിട്ട് ഈ ഓപ്പോസിഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്ക് ലൈനിന്റെ താഴേക്കായിട്ടും ഒറിജിനൽ മിറേഴ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. യോ കട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. 6 പാനൽസ് ആയിട്ട് ഫ്രണ്ട് പോർഷനിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നതും അജ്രക് പ്രിന്റ് തന്നെയാണ്. സ്ലീവിന്റെ ഹെം പോർഷൻ വരുമ്പോൾ ഈ ഒരു വിചിത്ര സിൽക്കിൽ പ്ലെയിൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി ത്രൂ ഔട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത്. ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്ന അജ്രക് പ്രിന്റ് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ ഹെം പോർഷനിലായിട്ടും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. യോക്ക് കട്ടിങ് കൊടുത്തിട്ട് താഴേക്ക് 6 പാനൽസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഷെയ്ഡാണ്. എപ്പോഴും കിട്ടാത്തൊരു ഷെയ്ഡ് കൂടിയാണ്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 740 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. യോക്ക് പോർഷനിൽ അജ്രക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ റൗണ്ട് നെക്ക് വന്നിട്ട് പൈപ്പിംഗ് ബോർഡറും യോക്ക് കട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ട് താഴേക്ക് 6 പാനൽസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സെയിം അജ്രക് പ്രിന്റ് തന്നെയാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈനിന്റെ താഴെയായിട്ടും ഗോൾഡൻ കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും. അജ്രക് പ്രിന്റിൽ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഹെം പോർഷനിൽ കൊടുത്തേക്കുന്നത്. ബേസ് കട്ടിന്റെ താഴെ വരുമ്പോൾ ഇങ്ങനെ വരും. 6 പാനൽസ് ആണ് ഇതിൽ വരുന്നത്. 46 ഇഞ്ചസ് തന്നെയാണ് ഇതിന്റെയും ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലുമാണ്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. വേസ്റ്റ് കട്ടിങ് കൊടുത്തിട്ട് താഴേക്ക് ഫ്രണ്ട് പോർഷനിൽ പോലെ തന്നെ 6 പാനൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിന്റെ ഹെം പോർഷനിലായിട്ട് അജ്രക് പ്രിന്റ് കൊടുത്തിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. പാനൽ കട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പാനൽ കട്ടൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് തവണ. റീസ്റ്റോക്കും കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ, ഈ ഒരു പാനൽ കട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത് ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. സെയിം പ്രൈസ് തന്നെയാണ് 740 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ്. നല്ല കുഞ്ഞു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. 3 കളർ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 3ഉം സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഒരു സഫയർ ബ്ലൂ ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. തേർഡ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ്. ഈ 3 കളർ ഷെയ്ഡ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പാറ്റേൺ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു സെയിം കളർ ഷെയ്ഡിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആക്കിയിട്ട്, കുറച്ചുകൂടി അഫോർഡബിൾ ആക്കിയിട്ട് പാറ്റേണിൽ ഡിഫറൻസ് വരുത്തിയിട്ട് കുറച്ച് സിമ്പിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡിൽ ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം. 3 കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിന്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് വീനെക്കാണ് കേട്ടോ. കുറച്ച് കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു വീനെക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു ചെസ്റ്റ് പോർഷന്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഹാൻഡ് വർക്ക്, ഗോൾഡൻ കട്ട് ബീഡ്സും സെയിം കളർ ടോണിൽ വരുന്ന ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ്ങിന്റെ താഴെയായിട്ട് കുഞ്ഞു ഫ്ലീറ്റ്സ് അയൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് നെക്ക് ലൈൻ വരുന്നത്. നല്ല കർവ്ഡ് ആയിട്ട് ഒരു വീനെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഗോൾഡൻ കട്ട് ബീഡ്സും സീക്വൻസും വരുന്നുണ്ട്. സെയിം കളർ ഷെയ്ഡിൽ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. താഴെ വരുമ്പോൾ ഇങ്ങനെ വരും. കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് അയൺ ചെയ്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. റെയർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എ ലൈൻ കട്ടാണ്. ലൈനിങ് വരുന്നത് ബട്ടർ ക്രീപ്പ് ആണ് കേട്ടോ.
നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് 3/4 ആയിട്ടാണ്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ്. നല്ല പ്രീമിയം ക്ലോത്തിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ബാക്ക് പോർഷൻ ഏലിയൻ കട്ടിൽ ഇങ്ങനെ വരും. അപ്പൊ ഇതാ ഫസ്റ്റ് കളർ ഷെയ്ഡ്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ്, 690 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാ വരുന്നത്. ഈ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാറ്റേണിലാണ് ഡിഫറൻസ് വരുന്നത്. സെയിം ഫീച്ചർ തന്നെയാണ്. വീനക്ക് കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട്. ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. സെയിം നെക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഒരു വർക്കാണ് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെയും സീക്വൻസ് വർക്കും ആണ്. സെയിം കളർ ടോണിൽ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ്ങിന്റെ താഴെയായിട്ട് ഫ്ലീറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞു ഫ്ലീറ്റ്സ് അയൺ ചെയ്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. സെയിം ലെങ്ത് തന്നെയാണ്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബട്ടർക്രീപ്പ് ലൈനിങ് ആണ്. ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷനിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഏലിയൻ കട്ടിൽ ഇങ്ങനെ വരും. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. വീനെക്ക് പാറ്റേണിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 690 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ബേബി പിങ്ക് ഷെയ്ഡിലാണ്. സെയിം ഫീച്ചർ തന്നെയാണ്. വീനക്ക് കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ് സെയിം കട്ട് ബീഡ്സും ഒപ്പം സെയിം കളർ ടോണിൽ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് ഇതിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സെയിം ലെങ്ത് തന്നെ ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. തേർഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് ലൈറ്റ് ഷാഡിലാണ് വരുന്നത്. ബേബി പിങ്ക് ഷെയ്ഡ് ആണ്. അപ്പൊ ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. സെയിം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 690 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന 2 പീസ് സെറ്റ് ആണ്. ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു മസ്ലിൻ കോട്ടൺ ഫാബ്രിക്കില്, സോഫ്റ്റ് മസ്ലിൻ കോട്ടൺ ഫാബ്രിക്കില് 2 കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ ഒരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു പർപ്പിളിഷ് വൈൻ ഷെയ്ഡ് വരുന്നതാണ്. 2 കളർ ഷെയ്ഡാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം. ഒരു വീനെക്ക് പോലെ വന്നിട്ട് വീനെക്ക് കട്ടിങ് വന്നിട്ട് സെന്ററിൽ ഒരു പാച്ച് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് 2 കളർ ഷെയ്ഡും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് നെക്ക് ലൈൻ വരുന്നത് കേട്ടോ. ഒരു ബോർഡർ ആയിട്ട് വി പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വരുന്ന ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും സ്ലീവ്സിലും എല്ലാം സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹെം പോർഷനിലായിട്ട് പ്ലെയിൻ ആയിട്ട് സെപ്പറേറ്റ് പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പ്യൂർ കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ. അറ്റം വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ്. ബാക്ക് പോർഷനും സെയിം ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ഇങ്ങനെ വരും. ഈ ഒരു വൈൻ ഷെയ്ഡില് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ത്രൂ ഔട്ട് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം സോഫ്റ്റ് കോട്ടണിലാണ്. 39-40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് കേട്ടോ. ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് സെയിം പർപ്പിളിഷ് വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു ബോട്ടം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 799 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ചാറ്റിൽ തന്നെയാണ്. ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലോട്ട് വരുന്നതാണ്. സെയിം ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. നെക്ക് ലൈൻ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ. വി കട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് സെന്ററിൽ ഒരു പാച്ച് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ സ്ലീവിന്റെ ഹെം പോർഷനിലും പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാച്ച് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത്. സെയിം സോഫ്റ്റ് മസ്ലിൻ കോട്ടണിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് കോട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും. നല്ലൊരു കളർ ഷെയ്ഡും നല്ലൊരു പാറ്റേണും ആണ്. നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 39-40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് സെയിം തന്നെ 799 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ 3 പീസ് സെറ്റ് ആണ്. ഇതിന്റെ റീസ്റ്റോക്ക് ആണ് കേട്ടോ. 4 കളർ ഷെയ്ഡിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളക്ഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നു കുറെ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം പ്രൈസ് തന്നെയാണ്. 1099 മാത്രമേ ഉള്ളൂ കേട്ടോ. 1099 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. 4 കളർ ഷെയ്ഡിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4 കളർ ഷെയ്ഡ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡില് ഒരു പിങ്ക് കളർ കൂടി മിക്സ് ആയിട്ട് വരുന്നതായിട്ട് ഒരു പ്രത്യേക ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെയർ ഷെയ്ഡാണ്. ഒരു പിങ്കിഷ് പീച്ച് കളർ ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. 4 കളർ ഷെയ്ഡും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് ഏതെങ്കിലും കളർ ഷെയ്ഡ് വേണ്ടെന്നുള്ളവർ ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. രണ്ടാമത്തെ തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഡീറ്റെയിലിംഗ് നോക്കാം. സിമ്പിൾ ആയിട്ട് ഒരു വീനെക്ക് പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ സെയിം വർക്ക് തന്നെയാണ്. മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
സെയിം വർക്ക് തന്നെ ബോർഡർ ആയിട്ട് 2 ലോങ് ആയിട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു സ്കാലപ്പ് ബോർഡേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് ലുക്കും കൂടി നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഈ ഒരു ഇത്രയും നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു പിങ്ക് ആൻഡ് ആഷ് കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രീപ്പ് ആണ് ഇതിൽ ലൈനിങ് കൊടുത്തേക്കുന്നത് കേട്ടോ. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടം ആണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. 38 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. വൺ സൈഡ് പോക്കറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉള്ള പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ്. സെയിം കളർ ഷെയ്ഡിന്റെ ബോട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു മോഡൽ 2 ലോങ് ഉണ്ട് സ്കാലപ്പ് കൊടുത്തിട്ട് ഈ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. വൺ സൈഡിൽ ഈ ഒരു വർക്കും നെക്സ്റ്റ് എൻഡ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സ്കാലപ്പ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ചെറിയൊരു പൂട്ട വർക്ക് ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എൻഡ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ നല്ല ലെങ്ത്തും വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. വൺ സൈഡ് ആയിട്ട് തട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1099 1099 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ കളർ ആണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഷെയ്ഡ്സ് വരുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു ഷെയ്ഡ് കൂടിയായിരുന്നു ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. സെയിം വർക്ക് തന്നെ വീനക്ക് കൊടുത്തിട്ട് ത്രെഡ് വർക്ക് ആണ് ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കളർ ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. 46 ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടം. ഇലാസ്റ്റിക് ബേസ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 ലോങ് ഇഞ്ച് സ്കാലപ്പ് കൊടുത്തിട്ട് 1 ഇഞ്ചാണ് ഈ ഒരു വർക്ക് തിക്കായിട്ട് വരുന്ന ഈ ഒരു ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാം വിയർ ചെയ്തിട്ടുള്ള ഫുൾ ലുക്ക് നമുക്ക് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോട്ടോസ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക. നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അതെല്ലാം ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്ക്, മുമ്പത്തെ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയാം. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അതിലെല്ലാത്തിന്റെയും വിയർ ചെയ്തിട്ടുള്ള ഫുൾ ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് സെയിം തന്നെ 1099 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ആണ്. സെയിം വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ. ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ത്രെഡ് വർക്ക് തന്നെയാണ്. വീനെക്ക് പാറ്റേൺ തന്നെയാണ്. സെയിം ലെങ്ത്തും സെയിം ലൈനിങ് തന്നെയാണ്. ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് തന്നെ. കട്ടിങ് എൻപോർഷനിൽ കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട്. ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വൺ സൈഡ് സ്കാലപ്പ് ആയിട്ട് 2 ലോങ് ഇഞ്ച് സ്കാലപ്പ് കൊടുത്തിട്ട് വൺ സൈഡിൽ ഈ ഒരു തിക്കായിട്ട് വരുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് വേണ്ടവർ ഇത് പർച്ചേസ് ചെയ്യുക. സെയിം സൈസ് തന്നെയാണ്. M to XXL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് സെയിം തന്നെ. ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് പീച്ച് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. റെയർ ഷെയ്ഡാണ് ഇതും വരുന്നത്. ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിനോട് മാച്ച് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബോട്ടത്തിന്റെ ഒരു വൺ സൈഡ് പോക്കറ്റും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ട് നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ ഈ ഒരു ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 1099 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ. ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലായിരിക്കും. നമുക്ക് DTDC അവൈലബിൾ ആണ്. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരും. ഇനി സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്നൊക്കെ വേണമെന്നുള്ളവർ, കൊറിയർ പെട്ടെന്ന് കൈ കിട്ടണം എന്നുള്ളവർ DTDC പ്രിഫർ ചെയ്യുക. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരും. അതൊന്ന് മെൻഷൻ ചെയ്യുക, സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ പാക്കറ്റ് കട്ടിംഗ് വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ തന്നെ വിസിബിൾ ആയിരിക്കണം. വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം, വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം ഒക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല. ഇപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എങ്കിൽ മാത്രം ഇതുപോലുള്ള കളക്ഷൻസും ഓഫർ സെയിലൊക്കെ വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.